ഉല്ലാസ് പന്തളത്തിന് 10,000 രൂപ നൽകി സഹായിച്ചു. പക്ഷെ വിളിച്ചു പറയുന്ന ആളല്ല ഞാൻ, അഖിൽമാരാറ്. ഈ ഒരു ഇന്റർവ്യൂ ഞാൻ മൊത്തം ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഞാൻ ആലോചിക്കുന്നത് ഇയാൾക്ക് ബുദ്ധി കൂടി വട്ടായി പോയെന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. എന്തായാലും BJP സ്ഥാനാർത്ഥിയാണ്, ബുദ്ധിമാനാണ്. എന്തായാലും തോറ്റു പോകുന്ന അയാൾക്ക് തന്നെ നല്ല ബോധ്യം കാര്യങ്ങളും ഉണ്ട്. പിന്നെ കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റിനെ പോലെയല്ല, BJP നല്ല രീതിയിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ഇറക്കുകയൊക്കെ ചെയ്യും. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആണെങ്കിൽ പോലും ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്, 46 ലക്ഷം രൂപ കണ്ട് കൊടുക്കാറുണ്ട്. ഞാൻ 2 മാസത്തിനുള്ള ഇലക്ഷന് നിൽക്കാൻ സാധ്യതയുണ്ട്, ആ സമയത്ത് എനിക്ക് 4 കോടി രൂപയായിരിക്കും BJP തരാൻ പോകുന്നത് എന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആരാൻ്റെ കാര്യം നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ. ഇവർക്കൊക്കെ എന്താ പറയുക, അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കാന്ന് പറയത്തില്ലേ. ഇപ്പം തന്നെ ഉല്ലാസ് മണ്ഡലത്തിൻ്റെ കാര്യം തന്നെ, ഇവനിപ്പം സാമാന്യ ബോധമില്ലെന്നത് കാണുന്നവർക്ക് മനസ്സിലായി കാണും. ഇവൻ ഏത് തരക്കാരനാണെന്നുള്ള രീതി സ്വയം പൊങ്ങി ഞാനെല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമാണ് ഇവന്. ഈ അഖിൽമാരാർ എവിടെ നിൽക്കുന്നുണ്ടോ അവിടുത്തെ ജനങ്ങൾ എന്തായാലും ഇവന് വോട്ട് കൊടുക്കത്തില്ലെന്ന് ഏകദേശം കാര്യത്തിൽ സെറ്റായിട്ടുണ്ട്. പിഷാരടിക്കെതിരെ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിഷാരടി മെച്ചൂർഡായിട്ട് നല്ല മറുപടിയും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തായിരുന്നു. രസകരമായിട്ടുള്ള കാര്യം അതല്ല, ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ പിഷാരടിയും ഞാനും തമ്മിലുള്ള വ്യത്യാസമൊന്നും പറഞ്ഞിട്ട് ഒരു എസ്സേ പോലെ എഴുതി. അപ്പോൾ തന്നെ ആലോചിക്കാം, ഇയാൾക്ക് തീരെ മെച്യൂരിറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ്. ആ ഷോയിൽ കണ്ടത് വെറും ഷോ ഓഫ് ആണെന്നാണ് ഇപ്പം ഞാൻ ആലോചിച്ച് പോകുന്നത്.